എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. എങ്ങനെ ഇരിക്കണം? അയ്യോ, ചാനലുകാരുടെ ഇന്നത്തെ അത്താഴം ഞാനായിരിക്കുമോ കർത്താവേ. പിന്നെ ഒരു ഞെട്ടൽ സ്വാഭാവികമാണ്. എന്നാൽ മെനിഞ്ഞാന്ന് വന്നിരുന്ന CPM ന് വേണ്ടി കടുത്ത ഭാഷയിൽ എന്നോട് തർക്കിച്ച ഒരാൾ പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ വന്നിരുന്ന ആ ആശയം ധ്രുവീകരിച്ച ആശയമാണെന്നും BJP ആണ് ദ ബെറ്റർ എന്നും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യൻ എന്ന അമ്പരപ്പുണ്ടാവില്ലേ? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഒറ്റ താങ്കൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ്. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? ആശയപരമായ രീതിയിൽ കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ ഞാനൊരു സത്യം പറയട്ടെ, ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു വൃദ്ധസദനമായിട്ട് മാറും. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. താങ്കൾ പറഞ്ഞാണ് ദ്രവിച്ച ആശയം. എനിക്ക് അവസരം തരണം. ഞാനത് രാഷ്ട്രീയ യുദ്ധങ്ങൾ എന്ന് പറയുന്ന ദ്രവിച്ച ആശയത്തിനോട് എനിക്ക് യോജിപ്പില്ലെന്ന് പറയാം. അല്ലാണ്ട് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയല്ല വാക്ക്. നിങ്ങൾ ആ ബൈറ്റിനോട് ഇപ്പൊ കേട്ടില്ലേ? രാഷ്ട്രീയ യുദ്ധം എന്ന ദ്രവിച്ച ആശയങ്ങളോടല്ല എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിന്റെ ഇഷ്ടത്തിന് എനിക്കൊന്നും ചെയ്തു തരാനല്ല കാശ് നിർത്തിയിരിക്കുന്നത്. അതല്ല ഇനി വേണ്ടത്. ഇനി പുതിയ തലമുറയെ അഡ്രസ് ചെയ്ത് കേരളത്തിനെ ലോകത്തിനൊപ്പം എത്തിക്കുന്നതിൽ രാജ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നാലാം ശക്തിയായി വളർത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഒരാഴ്ച മുമ്പൊക്കെ താങ്കൾ പറഞ്ഞ കടുത്ത BJP വിമർശനം? ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് കരുതി ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. BJP കടുത്ത വർഗീയവാദികളുടെ പാർട്ടിയാണ്, അത് പറയുന്ന വർഗീയ നാടിനെ കുട്ടിച്ചോറാക്കലാണ് എന്ന് പറഞ്ഞ് ഒരു മാസം മുമ്പൊക്കെ താങ്കൾ പറഞ്ഞ വാക്ക് കേൾപ്പിച്ചു തരണോ ഞാൻ? ഇത് അഡ്ജസ്റ്റ്മെന്റ് കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. ഒറ്റ മാസം മുമ്പ് BJPയുടെ കൊടിയ വിമർശകൻ, കൊടിയ വർഗീയവാദം അവരെ വിളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് മെനിഞ്ഞാന്നത് പറഞ്ഞ ആൾ ഇന്നലെ വന്നിരുന്നു BJP ആണ് ഒരു വർഗീയതയും പറയാത്ത പാർട്ടി, CPM മൊത്തം വർഗീയത പറയുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ദഹിക്കൂ. അതെ, ഇങ്ങ് തന്നോളൂ ദേവി. അല്ലെന്ന് നിങ്ങൾ കേൾക്കൂ. കേരളത്തിലെ ജനങ്ങളിൽ ദഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം തന്നെ നിങ്ങൾ ദഹിക്കുകയെന്ന് പറയുന്ന ഇതിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് യാതൊരു സംശയമില്ല കാര്യം. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ. ഞാൻ മാറാം. ഞാൻ BJPയിലേക്ക് നൂറുകണക്കിനായ ആളുകളെ ഞാൻ പറയുന്നതല്ല. അങ്ങേക്ക് ഇപ്പോ കഴിഞ്ഞ മാസം വരെ BJP കൊടിയ വർഗീയവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ് താങ്കൾക്ക് അടിച്ച കോള് തിരിച്ചടിക്കുകയാണല്ലോ ദൈവമേ. അങ്ങേക്ക് ദഹിച്ചതാണ് എനിക്ക് അത്ഭുതം. കാര്യം താങ്കൾ വന്നിരുന്ന് പറഞ്ഞതിന് കയ്യും കണക്കുണ്ടോ BJPക്കെതിരെ? റജി ലൂക്കോസ്, എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇല്ലില്ല, അത് ഹാഷ്മി ക്രിയേറ്റ് ചെയ്യുന്ന നരേഷനാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ എന്താ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാണ് കവിത പൊളിച്ചു നോക്കടാ. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മറ്റു രാഷ്ട്രീയ കക്ഷികളോ നിലനിൽക്കുമ്പോൾ ഒരാൾക്ക് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിര് കിടക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റി അത് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചിന്താഗതി മാറ്റുന്നതിൽ എന്ത് അപകടമെന്നാ നിങ്ങൾ പറയുന്നത്? പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. 24 മണിക്കൂർ മുമ്പ് ഈ പറയുന്ന മാറാട് പോലെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ പുറത്തേക്കിട്ട ബാലനെ താങ്കൾ ന്യായീകരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് CPM പറയുന്ന വർഗീയതയാണ് BJP ആണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇത് മനസ്സിലാകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾക്ക് തെറ്റി. ബഹുമാനപ്പെട്ട AK ബാലന്റെ വാക്കുകൾ നിയന്ത്രിക്കണം, ഇദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ മിനിഞ്ഞാന്ന് പോസ്റ്റ് ഇട്ടതാ. മിനിഞ്ഞാന്ന് ചർച്ച വന്നിട്ട് താങ്കൾ ന്യായീകരിക്കായിരുന്നു. അതാണ് കേൾപ്പിച്ചു തരാം. ഞാൻ AK ബാലൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ
ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കേരളത്തിൽ മാറാടുകൾ ആവർത്തിക്കുന്നു പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഈ മാർച്ചിങ് ശരിയല്ല. എന്ത് അല്ല റജി ലൂക്കോസ് സി പി എം വിടാനുള്ള കാരണങ്ങൾ പറഞ്ഞാൽ ഒരു 2 കാരണം എന്തായിരിക്കും? അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ, അവരോട് പോവാൻ പറ. 2 കാരണങ്ങൾ. ഒന്ന്, കേരളത്തിൽ വർഗീയത പറയുന്ന അല്ല വർഗീയത പടർത്തി കേരളത്തിൽ വേരൂന്നാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്നുള്ളൊരു ആരോപണം ഞാനും ഉന്നയിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. എന്താ എന്റെ ഉദ്ദേശം? എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ വർഗീയപരമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ധ്രുവീകരിക്കാൻ അങ്ങനെയാണല്ലേ? ഇതങ്ങനെയല്ലേ? ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കേരളം വികസിക്കണമെങ്കിൽ, നാളുകളിലെ തലമുറകൾ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ, കേരളം ഒരു വൃദ്ധസദനം ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും BJPയോടൊപ്പം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? വികസനത്തിനൊപ്പം താങ്കൾ BJPയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ കേരളത്തെ ചൂണ്ടി ഇന്ന സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് പറയാനുള്ള ഒറ്റ സംസ്ഥാനത്തിന്റെ പേരങ്ങ് പറ. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. അങ്ങ് തന്നെ എന്റെ ഒരു ചർച്ചയിൽ അങ്ങ് തന്നെ 1 മാസം മുമ്പ് ചോദിച്ച ചോദ്യം അതേ വാക്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുക. കേരളം ഇവിടെ വികസിച്ചിട്ടില്ല എന്ന് BJP പറയുകയാണെങ്കിൽ BJP ഭരിച്ച് വികസനത്തിന്റെ സപ്രപഞ്ചക്കെട്ടിലേക്ക് നയിച്ച ഒരൊറ്റ സംസ്ഥാനത്തിന്റെ പേരങ്ങ് പറ. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഗുജറാത്തിലേക്ക് പോകും. ഗുജറാത്ത് നേടിയിരിക്കുന്ന നേട്ടങ്ങൾ, നിങ്ങൾ ഒരുപക്ഷെ ഗുജറാത്തിന്റെ ഇന്ത്യൻ ഭാഗങ്ങളെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ തർക്കിക്കായിരിക്കും. ഗുജറാത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ. ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിൽ ഭരിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നണികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിന്റെ ഡെവലപ്മെന്റ്സിന് ഒരുപാട് വളർച്ചയുണ്ട്. അപ്പൊ നമ്മുടെ അണ്ണന് ഏത് കച്ചവടം വഴങ്ങുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. കേന്ദ്ര സർക്കാരിനോട് ഫൈറ്റ് ചെയ്ത് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് പറഞ്ഞ സർക്കാരിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നടത്തുന്ന ഡെവലപ്മെന്റ്സിന്റെ ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 6 ലക്ഷം കോടി രൂപയുടെ കടം കേരളത്തിലുണ്ട്. നീ അടങ്ങി. അല്ല എന്റെ പൊന്നു റേച്ചേട്ടാ, എന്റെ ചിരിവരാൻ കാണുന്ന അറിയോ? താങ്കൾ ഒറ്റ മാസം മുമ്പ് പറഞ്ഞെന്താ അറിയോ? കേന്ദ്രത്തിന്റെ കടത്തിന്റെ കണക്കാ BJP ചോദിച്ചേ. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല. ഒരു 1.5 മാസം മുമ്പ് അന്ന് ചർച്ചയിൽ വന്ന് BJP പറഞ്ഞത് കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ റജി ലൂക്കോസ് ചോദിച്ചത് അങ്ങനെയാണ് കേന്ദ്രത്തിന്റെ കടത്തിന്റെ കണക്കെടുത്ത് വെക്കുന്ന പറഞ്ഞേ. ഇതൊക്കെ ശരിയാണെന്ന് താങ്കൾ പറയുന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിരിക്കുന്ന 13 വർഷമായിട്ട് ചാനൽ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എന്റെ അമ്മേ.